ഹേ ഗായ്സ്, അവൻ ബബ്ബബ്ബ ഭയം ബഹുമാനം ഭക്തി എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. ദിലീപിൻ്റെ ഒരുപാട് നാൾക്ക് ശേഷം ഉള്ള ഒരു സിനിമയും കൂടെയാണ്. പടം എങ്ങനെയാണെന്ന് ഒറ്റ വാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഫിലിമാണ്. ഒരു ഓക്കെ ആവറേജ് ഫിലിമാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഓവറായിട്ടുള്ളൊരു പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. പടത്തിലെ ഡയറക്ടറിൻ്റെ പേര് വന്നിട്ട് ധനഞ്ജയ് ശങ്കർ എന്നാണ് ഡയറക്ടറുടെ പേര്. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു പുതിയൊരു ഡയറക്ടറാണ്. അതിനകത്തെ റൈറ്റേഴ്സ് ഫഹീം സഫർ പിന്നെ നൂറിൻ ഷെറീഫ് രണ്ടുപേരും വളരെ ഒരു ഇൻഡസ്ട്രി തന്നെ ഉള്ള ഒരു ആൾക്കാർ തന്നെയാണ്. യങ് കപ്പിൾസാണ് രണ്ടുപേരുമാണ്. ഇതിൽ രണ്ടുപേരും ഫിലിമിൽ തന്നെ പടത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ കഥയെന്ന് പറയാൻ ഓൾറെഡി ട്രെയിലറിൽ പറയുന്നുണ്ട്, സിനിമയിലും കാണിക്കുന്നുണ്ട്. നമ്മുടെ ലോജിക്കും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വളരെ വേണം പടം കാണാൻ വരാനായിട്ട്. നമ്മൾ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി കണ്ടിട്ടില്ലേ, ആ ഒരു ട്രെൻഡിലുള്ള ഒരു ഫിലിമാണ്. അങ്ങനെ ഉദ്ദേശിച്ച് മാത്രമേ വലിയ വലിയ സ്റ്റോറിയും വലിയ ലോജിക്കൊന്നും ഉദ്ദേശിച്ചിരിക്കേണ്ട, അതിനുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. നമുക്ക് ടൈം പാസ് എൻ്റർടൈൻമെൻറ്റിനുള്ളൊരു പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണ്. ആ ഒരു ബേസിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലത് പ്രൊഡ്യൂസർ ഗോകുൽജി, നമ്മുടെ ഗോകുലം ഗോപാലനാണ്. ഗോകുലം ഗോപാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പം റീസെൻ്റ് ആയിട്ട് പറഞ്ഞ സിനിമകളിലൊക്കെ പുള്ളിക്കാരൻ ഇപ്പം അഭിനയിക്കണം എന്നും കൂടെ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വയ്ക്കുന്നുണ്ട്. ഇതിനകത്തും സീൻസ് ഉണ്ട്. അങ്ങർക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും വെറുപ്പിക്കാനായിട്ട് സീനിൽ വന്ന് നിന്ന് പോകുന്നുണ്ട്. പിന്നെ അതിലത്തെ മെയിൻ കാസ്റ്റ് ദിലീപ് ഉണ്ട്. ഇതിലൊരു ഒരുപാടൊരു താരനിരകൾ തന്നെ ഒരുപാട് ഉണ്ടെന്ന് പറയാം. ഈ സിനിമയിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട്. മെയിനായിട്ട് ദിലീപ്, വിനയ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, അശോകൻ, മണിയമ്പിള്ള രാജു, സലീം കുമാർ, ഒരുപാട് പേരുണ്ട്. മോഹൻലാല്, പിന്നെ ദേവൻ, പിന്നെ നമ്മുടെ റിയാസ് ഖാൻ, പിന്നെ കുറച്ച് പേരുണ്ട്. പിന്നെ കുറച്ച് ഒരു ക്യാമിയോസ് ഒക്കെ ഒരുപാട് സർപ്രൈസസ് ഉണ്ട്, എലമെന്റ്സിൽ ആൾ വരുന്നുണ്ട്. പിന്നെ ഇതിൽ പിന്നെ സാൻഡിയൊക്കെ മെയിനാണ് കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്, ഐം സോറി. ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് ദിലീപേട്ടനെ പറ്റി കാര്യങ്ങളൊക്കെ എടുത്ത് പറയണം. പുള്ളിക്കാരൻ്റെ എന്നത്തേക്കാളും പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് സത്യം പറയാൻ നല്ല ഭേദം വരും. മറ്റേ പവി കെ ടേക്കറും ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിപ്പോയ കുറേ പ്രിൻസൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഭേദമായിട്ടുള്ള ഒരു സിനിമയെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. പെർഫോമൻസിലും എല്ലാത്തിലും എന്നാൽ ഇതിൽ ഒരുപാട് ചാളുവടിയൊന്നുമില്ല. അതിൽ തന്നെ പറയുന്നുണ്ട്, ഒരു പഴത്തൊലി ചോട്ടുമ്പോൾ മറിഞ്ഞ് വീഴും, മറ്റത് അത് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. ഇനി അതൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ പോയാൽ കൊള്ളാം. അങ്ങനെ കുറച്ച് കിടിലം സീൻസും പുള്ളിക്കാരന് പറ്റുന്ന കാര്യങ്ങളൊക്കെ നല്ലോണം ഇതിലിപ്പം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പടത്തിന്റെ ഏറ്റവും വലിയൊരു ഡിഫോൾട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫിങ്ങും പിന്നെ സോങ്സാണ്. ആക്ഷൻ വലിയൊരു ഇത് ഇമ്പാക്റ്റ് എനിക്കിതിൽ ഫീൽ ചെയ്തില്ല. പോലെ ഒരു ക്ലീൻ ഇല്ല ആക്ഷനൊക്കെ, ഒരു സുഖമില്ല ആക്ഷൻ കാണാനൊന്നും. പിന്നെ ആ സോങ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാൻ റഹ്മാനാണ് ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആ പാട്ട് അഴിഞ്ഞാട്ടം കണ്ടു കാണുന്ന എല്ലാവർക്കും തോന്നിയതാണ്, എനിക്കും സെയിം ആയിട്ട് തോന്നിയത്. ഇത്തിരി കണക്ക് വെച്ചേക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഷോക്കായിട്ടുള്ള മ്യൂസിക് ആയിരുന്നു. ഷാൻ റഹ്മാൻ ഇങ്ങനെയൊന്നുമല്ല. നമ്മളാ ഗോതയിലൊക്കെ ഇപ്പോഴും കണ്ട പാട്ട് നമ്മളൊരു 50-100 പ്രാവശ്യം കണ്ടാലും ആ ഒരു പാട്ടിൻ്റെ ഫീലിംഗ് ഇപ്പോഴും നമുക്ക് മനസ്സിൽ നിന്ന് പോകില്ല. ആ പുള്ളിയാണോ ഈ പാട്ട് ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അലമ്പായി പോയി. ഭയങ്കര വേഴ്സ് മ്യൂസിക് ആയിപ്പോയി ഷാൻ റഹ്മാൻ്റെ. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗോപി സുന്ദറാണ്. ഗോപി സുന്ദറിനെ വെച്ച് പറയുമ്പോൾ കുഴപ്പമില്ല, അങ്ങനെ കൊള്ളാമെന്ന് പറയാനൊന്നുമില്ല. കുഴപ്പമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ അതും കൂടെ ഷാൻ റഹ്മാനെ കൈ കൊടുത്തിരുന്നെങ്കിൽ എല്ലാത്തിൻ്റെ നിന്നും തീരുമാനമായതിനെ പടം. പിന്നെ ത്രൂ ഔട്ട് എല്ലാ ക്യാരക്ടേഴ്സും ഒരു രക്ഷയില്ല. അവരുടെ പെർഫോമൻസ് ഒക്കെ അവരുടെ സൈഡിൽ നിന്നുള്ള എല്ലാം അവർ 100% കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ലാലേട്ടൻ, വിനീത് ആയാലും ധ്യാനൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് ചിരിക്കാനൊക്കെ എലമെന്റ്സ് ഒരുപാടുണ്ട് കേട്ടോ. ചിരിക്കാൻ ഇഷ്ടം പോലെ എലമെന്റ്സ് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയൂല. ഇഷ്ടം പോലെ ചിരിക്കാനുള്ള എലമെന്റ്സ് ഉണ്ട്.
നമുക്ക് ഫണ്ണായിട്ടൊക്കെ കാണാം. വേറെ ഒന്നും ലോജിക്കും എല്ലായിടത്തും മാറ്റി വയ്ക്കണം. ചുമ്മാ ഫണ്ണായിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ബാലു വർഗീസ് ഒക്കെ ഒരു ബ്ലൈൻഡ് ആണ്. നല്ല ക്യാരക്ടർ റോൾ തന്നെയുള്ള ഒരു ഇതാണ് ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ബൈജു ആണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ബൈജു എങ്ങനെ എന്തൊക്കെ രീതിയിൽ ആ ടോണിൽ പറഞ്ഞാലും ആ ഒരു തഗ് ഫീൽ നമുക്ക് കിട്ടും. ആ ഒരു രീതിയിൽ അങ്ങനെ പൊളി സാധനമാണ്. സലീം കുമാറൊക്കെ എൻ്റെ അമ്മ, നമുക്ക് പഴയ സലീം കുമാറിനൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് അവിടെ കാണാൻ പറ്റും ആ ഒരു സ്ക്രീനിൽ. നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇതൊക്കെ പൊളിയായിരുന്നു. അതുപോലെ തന്നെ ദേവൻ അവിടെ ദേവ്ജി എന്ന് വിളിക്കാൻ നമുക്ക് അറിയാം. ഒരു ഇൻഫ്ലുവൻസർ, യൂട്യൂബിലൊരു ഇൻഫ്ലുവൻസർ ഇട്ട ഒരു പേരാണ് അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ ഭയങ്കര രസമാട്ടോ. അതൊക്കെ എല്ലാത്തിനും ഈ പഴയ കൾട്ട് സാധനങ്ങളിൽ നിന്നൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കുറെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പടത്തിന് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നും നമ്മൾ വിചാരിക്കരുത്. ചുമ്മാ കാണാം, ഫണ്ണായിട്ടൊക്കെ കാണാം, അത്രയ്ക്കൊക്കെ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഹെവി ഈ പടത്തിന് ഏറ്റവും കൂടുതൽ അടിച്ച് താത്തിയിരിക്കുന്നത് ഇതിൻ്റെ സോങ്ങും പിന്നെ ഈ ആക്ഷൻ സീക്വൻസിയും ഇതാണ് ഇതിനെ അടിച്ച് താത്തിയിരിക്കുന്നത്. മോഹൻലാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ ഓവറായിട്ടൊക്കെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലയിടത്തൊക്കെ ഭയങ്കര ഓവറായിട്ടൊക്കെ വരുന്നതുകൊണ്ട് എനിക്കത് നല്ല ഒരു ഫീലിംഗ് വരുന്നുണ്ട്. പിന്നെ വിജയ് ഫാൻസിനുള്ള കുറേ സംഭവം, ആ ജിപ്സിയും എവിടെ തിരിഞ്ഞാലും തിയേറ്ററിൽ ആക്ച്വലി നല്ല ആഘോഷവും കട്ട ഓളമായിരുന്നു. തിയേറ്ററിൽ വൻ ഓളമായിരുന്നു. അതൊരു ഫീൽ തന്നെയാണ്. മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ വരുമ്പോൾ പോളി വൈബായിരുന്നു. ഇതൊക്കെ ഒന്നും പറയില്ല, അതൊക്കെ നൈസായിരുന്നു. ബട്ട് എനിക്ക് പടത്തിൽ ഓവറോൾ ഒരു ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് വന്നതിന് ഈ സംഭവത്തിലാണ്. ആ ആക്ഷൻ സീക്വൻസിയും സോങ് ഒക്കെ ഭയങ്കര ശോകമായി പോയി. മേക്കിംഗ് ഒക്കെ പിന്നെ കുഴപ്പമില്ല, ഒരു നമുക്ക് ആവറേജ് എങ്കിലും പറയാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ്സ് എ ആവറേജ് ഫിലിം. എനിക്കൊരു ആവറേജ് ഫിലിം കൊണ്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ.